എല്ലാവർക്കും നമസ്തേ. ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു കുടുംബം രൂപം കൊള്ളുന്നത് തന്നെ വിവാഹം എന്ന സങ്കല്പത്തിലൂടെയാണ്. ആ വിവാഹത്തിൻ്റെ സങ്കല്പത്തിന് ചില മൂല്യതകളുണ്ട്. അത് കേവല സങ്കല്പമല്ല. ഒരു സ്ത്രീയും പുരുഷനും യാദൃച്ഛികമായല്ല, മറിച്ച് പൂർവജന്മ കർമ്മ വാസന ഗുണത്തിനനുസൃതമായിട്ടാണ് ഈ ജന്മത്തിൽ ഭാര്യാഭർത്താക്കന്മാരായി വരുന്നത്. അപ്പോൾ നമ്മുടെ വിവാഹസങ്കല്പം തന്നെ എന്താണ്? ഈ പുരുഷൻ, അതുപോലെ പ്രകൃതി, ഈശ്വരൻ, മായ, ഈ സങ്കല്പത്തിലാണ് കുടുംബ ബന്ധം പോലും നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു തുല്യനാണ് ഭർത്താവ്. അപ്പോൾ ഭാര്യ സ്വാഭാവികമായും ആരായിരിക്കും? ലക്ഷ്മി ദേവി തന്നെയാണ്. അങ്ങനെ വിഷ്ണുവും ലക്ഷ്മിയുമായി ജീവിക്കേണ്ടവരാണ് നിങ്ങൾ എന്ന് വിവാഹ സമയത്ത് ഈ വധൂപിതാവ് തൻ്റെ പുത്രിയെ കൈപിടിച്ചേൽപ്പിക്കുമ്പോൾ ജപിക്കുന്ന മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൽ, ആ സങ്കല്പത്തിൽ പറയുന്നത് നിങ്ങൾ വിഷ്ണുവും ലക്ഷ്മിയുമാണ്. ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം ജീവിക്കാൻ. അങ്ങനെ തൻ്റെ ഭർത്താവിനെ വിഷ്ണു തുല്യം കാണുന്ന ആ സ്ത്രീയെ യഥാർത്ഥത്തിൽ ആരാണ്? ലക്ഷ്മി ദേവിക്ക് സമയാണ്. അങ്ങനെയുള്ള ലക്ഷ്മി സമാനമായ ആ സ്ത്രീ ആ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉളവാക്കും. ഇതറിഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മമാർ ജീവിക്കാൻ കഴിഞ്ഞാൽ കുടുംബത്തിൽ കലഹങ്ങളുണ്ടാവില്ല. സന്തോഷവും ശാന്തിയും സമാധാനവും, അതിലൂടെ തന്നെ എല്ലാ ഐശ്വര്യവും ആ കുടുംബത്ത് സാധ്യതപ്രായമാകും. എല്ലാവരും ഇതറിഞ്ഞ് ജീവിക്കുവാൻ നമ്മുടെ വീട്ടമ്മമാർ തയ്യാറാവണം. എല്ലാവർക്കും നമസ്തേ.